ലോകവാർത്തകളുമായി ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം. ഇറാനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരേ സമയം സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇസ്രയേൽ ആക്രമണം നടത്തിയത്. വാഷിംഗ്ടണിലെ പിസ ഡെലിവറി ട്രാക്കുകൾ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് അസാധാരണമായി പിസ ഓർഡറുകൾ നടക്കുന്നതായി പങ്കുവച്ച എക്സ്പോസ്റ്റ് ചർച്ചയാകുന്നു. പെന്റഗണിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പ്രധാന സൈനിക രാഷ്ട്രീയ സംഭവങ്ങൾക്ക് മുൻപ് അസാധാരണ വർധനവ് രേഖപ്പെടുത്താറുണ്ടെന്ന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ഫാസ്റ്റ് ഫുഡ് ഓർഡറുകളിൽ, പ്രത്യേകിച്ച് പിസ ഓർഡറുകളിൽ ഈ സമയത്ത് വർധനവുണ്ടാകാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 2024 ഇസ്രായേൽ ഇറാൻ സംഘർഷ സമയത്തും ഇത്തരമൊരു വർധനവ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിസ മീറ്റർ എന്ന ആശയം ചർച്ചയാകുന്നത് 1991 ഗൾഫ് യുദ്ധ സമയത്താണ്. പ്രധാന സൈനിക നീക്കങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ മുൻപ് പെന്റഗൺ പ്രദേശത്ത് പിസ ഓർഡറുകൾ വർദ്ധിക്കുന്നത് ഒരു സൂചനയായി കണക്കാക്കുന്നു. 2003 ഇറാഖ് യുദ്ധം, 2011 ഒസാമ ബിൻ ലാദന്റെ വധം, 2002 ഖാസിം സുലൈമാനിയുടെ വധം തുടങ്ങിയ സംഭവങ്ങൾക്ക് മുൻപും ഈ പ്രതിഭാസം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. US പ്രതിരോധ വിഭാഗത്തിന്റെ ആസ്ഥാനമായ പെന്റഗണിൽ പിസ ഡെലിവറികളിൽ പെട്ടെന്നുള്ള വർധനവ് ദേശീയ സുരക്ഷാ പ്രതിസന്ധികളോ സൈനിക നീക്കങ്ങളോ ആസന്നമാണെന്നതിന്റെ സൂചനയായാണ് പെന്റഗൺ പിസ ഇൻഡെക്സ് കണക്കാക്കുന്നത്. ശീതയുദ്ധകാല സമയത്ത് സോവിയറ്റ് ഏജന്റുമാർ വാഷിംഗ്ടണിലെ പിസ ഡെലിവറികൾ നിരീക്ഷിച്ച US രഹസ്യാന്വേഷണ വൃത്തങ്ങളിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നതായും പറയപ്പെടുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പെന്റഗൺ പ്രദേശത്തെ പിസ ഡെലിവറികളിൽ വർധനവ് ശ്രദ്ധിക്കപ്പെട്ടതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് കാരണം. വ്യാഴാഴ്ച രാത്രി US പ്രതിരോധ വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് സമീപമുള്ള ഡൊമിനോസ് ഔട്ട്ലെറ്റിൽ അസാധാരണ തിരക്ക് ശ്രദ്ധിക്കപ്പെട്ടതായി പിസ ഡെലിവറി പാറ്റേണുകൾ ട്രാക്ക് ചെയ്യുന്ന പെന്റഗൺ പിസ റിപ്പോർട്ട് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. വിമാനത്താവളത്തിൽ ലഗേജ് പരിശോധനയ്ക്കിടെ അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഭാരം ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ യുവതിയോട് പണമടയ്ക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ യുവതി ആവശ്യം നിരസിച്ചു. ഒന്നുകിൽ പണമടയ്ക്കുകയോ അല്ലെങ്കിൽ അധിക ഭാരമുള്ള വസ്തുക്കൾ പെട്ടിയിൽ നിന്ന് എടുത്തു മാറ്റുകയോ ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥർ വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇതിന് തയ്യാറാവാതിരുന്ന സ്ത്രീ വിമാനത്താവളത്തിൽ സൃഷ്ടിച്ചത് നാടകീയ രംഗങ്ങളാണ്. ഇറ്റലിയിലെ മിലാൻ മാൽപെൻസ വിമാനത്താവളത്തിലാണ് ചൈനീസ് വംശജയായ യുവതി ബഹളം വെച്ചത്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അധിക നിരക്കടയ്ക്കാനോ സ്യൂട്ട് കേസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നീക്കം ചെയ്യാനോ പറഞ്ഞതോടെ സ്ത്രീ തികച്ചും വൈകാരികമായി പ്രതികരിക്കുകയായിരുന്നു. നിലത്ത് കിടന്നുകൊണ്ട് ഉച്ചത്തിൽ ബഹളം വെച്ചുകൊണ്ടായിരുന്നു യുവതിയുടെ പ്രതികരണമെന്ന് വൈറൽ പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. കൈയും കാലുമെല്ലാം നിലത്തിട്ടടിച്ച അവർ തല നിലത്തിട്ട് അടിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം. ഒരു കുട്ടിയെ പോലെയാണ് സ്ത്രീ പെരുമാറിയത്. ഉദ്യോഗസ്ഥരും എയർപോർട്ടിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരുമെല്ലാം രംഗം കാണുന്നതും ഉദ്യോഗസ്ഥർ സ്ത്രീയെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. പിന്നീട് ഇവരെ യാത്ര ചെയ്യേണ്ടിയിരുന്ന വിമാനത്തിൽ നിന്നും മാറ്റുകയും രംഗമൊന്ന് തണുപ്പിച്ച ശേഷം മറ്റൊരു വിമാനത്തിൽ ടിക്കറ്റ് നൽകി വിടുകയുമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇവർ സാധനങ്ങൾ എടുത്തു മാറ്റിയോ എന്ന് വ്യക്തമല്ല. 6 മില്യണിലധികം പേരാണ് ഇതിനകം വീഡിയോ കണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാരുടെ പട്ടികയിൽ നിന്ന് 2ാം സ്ഥാനം നഷ്ടപ്പെട്ട് ആമസോൺ സ്ഥാപകനും മുൻ സിഇഒയുമായ ജെഫ് ബെസോസ്. ഫോർബ്സ് പുറത്തുവിട്ട പുതിയ പട്ടിക പ്രകാരം അമേരിക്കൻ മൾട്ടിനാഷണൽ സോഫ്റ്റ്വെയർ കമ്പനിയായ ഒറാക്കിളിന്റെ കോ-ഫൗണ്ടർ ലാറി എലിസൺ ആണ് ജെഫ് ബെസോസിനെ പിന്നിലാക്കി 2ാം സ്ഥാനത്ത് എത്തിയത്. ജൂൺ 12 തന്റെ സമ്പാദ്യത്തിനോട് 26 ബില്യൺ കൂടി ചേർക്കപ്പെട്ടതോടെ ജെഫ് ബെസോസിന്റെ മൊത്തം ആസ്തിയായ 227 ബില്യൺ തകർത്താണ് ലാറി എലിസൺ 2ാം സ്ഥാനത്ത് എത്തിയത്. ഇതോടെ എലിസന്റെ മൊത്തം ആസ്തി 243 ബില്യണായി ഉയർന്നു. മെറ്റ സിഇഒ മാർക്ക് സുക്കർബർഗ് ആണ് പട്ടികയിൽ 3ാമൻ. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 239 ബില്യണാണ് സുക്കർബർഗിന്റെ സമ്പാദ്യം. ഫോർബ്സ് പുറത്തുവിട്ട ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ 1ാമൻ ടെസ്ല സ്പേസ് എക്സ് സിഇഒ ഇലോൺ മസ്ക് ആണ്. 407.3 ബില്യൺ ഡോളറാണ് മസ്കിന്റെ ആസ്തി. ഈ ആഴ്ചയിലെ ഒറാക്കിളിന്റെ ഓഹരികളിലെ വർധനവാണ് എലിസനെ 2ാമതെത്തിച്ചത്. മെയ് മാസത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച പ്രകടനം നടത്തിയതോടെ ഒറാക്കിളിന്റെ ഓഹരികൾ 200 ബില്യൺ ഡോളർ കടന്നിരുന്നു. പ്രധാനപ്പെട്ട ലോകവാർത്തകളുമായി ലോകം പോയ വാരത്തിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.